ഇന്നൊരു അടിപൊളി ദിവസമാണ് കേട്ടോ. അടിപൊളി ദിവസമായതുകൊണ്ട് നമുക്കൊരു കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വിചാരിച്ചു. ഇത് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഇത് സ്പെഷ്യലി കുക്കിംഗ് ഡേ ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കിംഗ് ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്നുണ്ട്. ചിക്കൻ കറിയുടെ കൂടെ തന്നെ നമ്മൾ നാട്ടിൽ നല്ല അടിപൊളിക്കണം ചക്കയാണ് കേട്ടോ. ചക്കപ്പഴങ്ങളുണ്ട്. ചക്കയും പിഴുങ്ങി ചിക്കനും കറി വെച്ച് 2 ദിവസം അടിപൊളിയാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. നല്ല സൺഡായിട്ടുള്ള അവസ്ഥ ഉണ്ട് പുറത്ത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്ത് പോകണം ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കുറ്റപ്പാടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ വലിയ സ്വാഗതം. ഇതിൽ പണ്ട് പോലെ നമ്മൾ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോ ട്രാവലിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും റിവ്യൂസിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ആക്ച്വലി ഫ്രോസൺ ആണ്. ചിക്കൻ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചു വന്നത് ബേസിലൊക്കെ എടുത്ത് സെപ്പറേറ്റ് വെച്ചാണ്. അപ്പോൾ നമുക്ക് ഫ്രോസൺ ആണത്. ഇതൊന്ന് ഡീപ് ഫ്രോസ്റ്റ് ചെയ്യും. വെച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാം വെച്ചോ. നമ്മുടെ ചക്ക കുഞ്ഞി സ്ലൈസ് ആണ്. ജാക്ക് ഫ്രൂട്ട് ഡെയിലി ഡിലൈറ്റ്സിന്റെ ആണ് ആക്ച്വലി റെഡി ടു കുക്ക്. നമുക്കതൊന്ന് ഐസൊന്ന് മാറാൻ വേണ്ടി നമുക്കൊന്ന് മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കും. ഒരു ചെറിയ പാക്കറ്റ് എടുക്കുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചുണ്ടാക്കുന്നത് പൈസ കറക്റ്റായിട്ടായിരിക്കുന്നത്. അത് നമുക്ക് എന്താ പറയുക, നാവി കയറ്റി എടുക്കുന്നതായിരുന്നു. 10 ഐസായിട്ടായിരുന്നു. അല്ലെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ഒന്നും ചെയ്യും. ചോറൊക്കെ ഉണ്ടാക്കി സെറ്റപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് ഡീഫ്രോസ്റ്റ് ആയിട്ട് വരണം. ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ചൂടുവെള്ളം കുറച്ചങ്ങ് ഒഴിച്ച് കേട്ടാണ് പെട്ടെന്ന്. ചിക്കൻ്റെ കറിയും വെച്ച് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റപ്പായിട്ടുള്ളൊരു ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ എല്ലാം കൂടെ വെക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ റൂമിൽ തന്നെയാണ്. ഇപ്പോൾ തക്കാളി ആണെങ്കിലും എന്താണെങ്കിലും റൂമിൽ തന്നെ വെക്കാറ് പതിവ്. ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സവോള കുറച്ച് എടുത്തിട്ടുണ്ട്. 3-4 സവോള എടുത്തിട്ടുണ്ട്. ചിക്കൻ കറിയായിട്ട് വെച്ചിട്ട് കുറേ ദിവസമായി ആക്ച്വലി. ഇന്നിപ്പോൾ അവിടെ ആളൊന്നും ഇല്ലാത്ത ദിവസമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഒരിടത്തും വെക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ എണീച്ചു. അപ്പം അവർ വരുന്നതിനൊക്കെ മുമ്പായിട്ട് കറി ആയതുകൊണ്ട് സ്മെല്ലൊക്കെ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എണീച്ചു.
ഭംഗിയില്ല ശരിക്കും. നമ്മൾ ചിക്കൻ ഡീഫ്രോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇത് മതി. ഒരു 3-4 സവാള നമുക്ക് തൊണ്ട് പൊടിച്ചിട്ട് എടുക്കാം. ചോറുണ്ടാക്കി വെച്ചു. അപ്പോൾ ചോറുണ്ടാക്കി, ചിക്കൻ കറി, അതുപോലെ തന്നെ ചക്കയും നമുക്ക് പുഴുങ്ങാം. പിന്നെ വെണ്ടയ്ക്ക ഉണ്ട്, തോരൻ വെക്കണമെന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ മൊത്തം കേരള സ്റ്റൈൽ ഫുഡാണ് കേട്ടോ. ഒരുപാട് ദിവസമായി നന്നായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ട്. പിന്നെ കേരളത്തിൽ തന്നെ ഉണ്ട്, മഴയൊക്കെ ആയിരുന്നു അല്ലേ? വീട്ടിലോട്ട് പറഞ്ഞു മഴയായിരുന്നു, കറണ്ടില്ല, മരങ്ങളൊക്കെ ഒടിഞ്ഞാടി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടെന്ന് തോന്നുന്നുണ്ട്. ഈ സവോള ഉണ്ടാക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നത്. ഭയങ്കരമായിട്ട് കണ്ണിൽ നിന്ന് എന്നും ഉണ്ടാക്കിയത്. സവോളയ്ക്ക് ഒന്ന് കഴുകിയെടുക്കാം. ചെറുതായിട്ട് നമുക്കൊന്ന് സവോള എടുക്കാം. ശരിക്കും പറഞ്ഞാൽ കട്ടറുണ്ട്, ഞാൻ കട്ടർ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യും പോലെയാണ് പെട്ടെന്ന് തിരഞ്ഞെടുക്കാതെ പതിവ്. എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഉറയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ ഉറ മേടിച്ചു പോകാൻ പറ്റില്ല ഇപ്രാവശ്യം. ഇനി വരുമ്പോൾ വേണം ഉറ മേടിച്ചത്. അതാണ് എളുപ്പമുണ്ട്. നമ്മൾ കട്ടർ യൂസ് ചെയ്യുന്നത്. കട്ടർ മെയിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പറ്റത്തില്ല കഴുകാനും പറക്കാനും. അതാണ് ഏറ്റവും വലിയ കളി. ഞാൻ മാക്സിമം അത് ഒഴിവാക്കത്തുള്ളൂ. കാരണം ഈ തടിയൊക്കെ തേച്ച് കഴുകി എടുത്ത് വെക്കാന്നുള്ളത് ഒരു നല്ല പരിപാടിയാണ്. ഞാനത് ചെയ്യാറേ ഇല്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പിന്നെ കയ്യിൽ ചെറുതായിട്ട് മാർക്കൊക്കെ വീഴും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മാർക്ക് വീഴുന്നതാണ്. വലിയ സ്റ്റൈലിലൊന്നും അരിയണ്ട, പെട്ടെന്ന് അത്യാവശ്യം വേണ്ട പോലെ അരിഞ്ഞെടുക്കാത്തതാണ്.
അപ്പോൾ നമ്മുടെ സവാള ഏകദേശം അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വാട്ടിയെടുത്ത് അരപ്പുകളൊക്കെ തയ്യാറാക്കണം. ഓക്കെ, ചക്ക ഇവിടെ ശരിയായിട്ട് തന്നിട്ടുണ്ട്. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ട് ചക്ക. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ട്. യെസ്. അപ്പോൾ എല്ലാം അരിഞ്ഞ് സെറ്റപ്പായിട്ട് നമ്മൾ സബോള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 സബോളയായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 3 സബോളയ്ക്ക് അതിന് നമുക്ക് ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ എണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് വെളിച്ചെണ്ണ അല്ല സാധാ എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒരു ബ്രൗൺ കളറായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചിക്കൻ വെക്കാനുള്ള സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം വേണ്ട എണ്ണ ഒഴിച്ച് കൊടുക്കാം. കരിവേപ്പില നമുക്ക് കളയാനില്ല, അതുകൊണ്ട് നിലത്തി എടുക്കുമ്പോൾ എടുത്തിട്ട് കൊടുക്കും. നമുക്ക് നന്നായിട്ടൊന്ന് മുപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴട്ടാം. അതോടൊപ്പം തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള garlic paste.
ഇവിടെ ചിക്കൻ കറിക്ക് അത്യാവശ്യം വേണ്ട നമ്മുടെ പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഏകദേശം നമ്മുടെ പൊടികളെല്ലാം കൂടെ വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി വഴറ്റിയെടുത്ത് നല്ല എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ സൈസ് തക്കാളി 3 എണ്ണമാണ് എടുത്തേക്കുന്നത്. തക്കാളിയും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ മൂടി വെച്ച് കൊടുക്കാം, അങ്ങനെയുണ്ടെങ്കിൽ അല്ലാതെ അങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ആമസ് ടൗണിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ഫീൽഡ് ഇവിടുത്തെ ഫുട്ബോൾ കോർട്ടാണ്, തൊട്ട് വീടിൻ്റെ ഫ്രണ്ടിലുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ മെയിൻ റോഡിലെത്തി. ഇവിടെ നമ്മൾ ജിമ്മിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ആമസ് ടൗൺ സ്റ്റേഷൻ. അതിന് മുമ്പും പല വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പം ട്രെയിൻ പിടിക്കാനുള്ള പോക്കാണ് വന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡേ അത്ര വലിയൊരു പ്ലസൻ്റ് ഡേ ഒന്നും അല്ല. വെയിലൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും രാവിലെ തണുപ്പിൻ്റെ ഒരു അസ്കതയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ആമസ് ടൗൺ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഷൻ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ചെറിയ സ്റ്റേഷൻസാണ് എല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ആമസ് ടൗൺ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടുന്ന് ട്രെയിൻ പിടിച്ച് നമ്മൾ ബ്രേയിലേക്ക് പോകുന്ന സെയിം റൂട്ടിലാണ് നമ്മൾ ഇന്നത്തെ ലൊക്കേഷനിലേക്കായിട്ട് പോകാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് കാണാം.
എല്ലാവർക്കും നമസ്കാരം. ഡബ്ല്യൻ മലു വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരു വലിയ സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്ന ഒരു പുതിയ സ്ഥലമാണ് ആക്ച്വലി. സോ അതിനുള്ള യാത്രയിലാണ്. ഇന്ന് നമ്മൾ വർക്ക് കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് യാത്രയൊക്കെ ചെയ്ത് നമ്മുടെ ആ ഒരു ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാലാവസ്ഥ ഞാൻ വിചാരിച്ച പോലെ അത്രയൊരു പെർഫെക്റ്റ് കാലാവസ്ഥ ഒന്നും അല്ലായിരുന്നു. തണുപ്പും മഴയില്ല, പക്ഷേ തണുപ്പുണ്ട് നന്നായിട്ട്. അപ്പം അങ്ങനെ 2 ജാക്കറ്റൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാനുള്ള ഇവിടെ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റ്സ് യാത്രകളുണ്ട്. അപ്പം അങ്ങോട്ട് പോകാനുള്ളൊരു ഒരുക്കത്തിലാണ്. അപ്പം ഏകദേശം ട്രെയിൻ 7 മിനിറ്റ് താമസമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രേയിലേക്ക് പോയ സമയത്ത് ഉള്ള ആ സെയിം ട്രെയിൻ തന്നെയാണ്. അപ്പോൾ ആ വഴിക്ക് നമ്മൾ ഇടവഴിയിൽ നമ്മൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ ക്ഷണിക്കുകയാണ് ഇന്നത്തെ യാത്രയിലേക്ക്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ല്യൻ മലു വേൾഡ് കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാത്രയെ കുറിച്ചുള്ളതും റിവ്യൂവിനെ കുറിച്ചുള്ളതും പിൽഗ്രിംസിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ന്യൂ ചാനലാണ്, കുറേ കുറവുകളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരും വഴിക്ക് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ട്രെയിനിനുള്ളിൽ കയറിയിട്ടുണ്ട്. തിരക്ക് കാര്യങ്ങളൊന്നുമില്ല, എന്താ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണ്. സമയം ഈ ഒരു ടൈം ആയതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ്. ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞിട്ട് പോകുന്നതായതുകൊണ്ട് ആളുകളില്ല, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ആക്ച്വലി. ഈ ട്രെയിൻ പോകുന്നത് ബ്രേയിലേക്കാണ്. ഇവിടെ ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്, അങ്ങോട്ട് പോകുന്നതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ട്രെയിനിലാണ് പോയത്. ഞാനായിട്ട് ഇടയ്ക്ക് ഇറങ്ങും, നമുക്ക് കാണാം കാഴ്ചകളൊക്കെ കേട്ടോ. Rain. This train is for rain. വേറെ ട്രെയിൻ കടന്നു പോകുന്നുണ്ട് അപ്പുറത്തോടെ. ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, പീക്ക് ടൈം അല്ലാത്തതുകൊണ്ട് വളരെ ഈസിയാണ് ആക്ച്വലി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ ഭയങ്കര ആളായിരിക്കും, എപ്പോഴും നിറയെ ആളുണ്ടാകും. പക്ഷേ ഇന്നിപ്പം ആളുകളൊക്കെ വളരെ കുറവാണ്. ഹാപ്പിയായിട്ടുള്ള ഒരു ടൈമാണ് ആക്ച്വലി. On Cape Dardanella, over Fluid Hut. The next station is Plumhoff Road, Capital. അപ്പം ഇപ്പം നമ്മൾ പോകുന്ന ഈ ട്രെയിൻ നമ്മൾ പോയിട്ട് ലാൻസ്ഡൗൺ
ഡോൺ എന്ന് പറഞ്ഞൊരു റോഡിൽ അവിടെ ഒരു സ്റ്റോപ്പുണ്ട്, ട്രെയിൻ സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ലൊക്കേഷനിലേക്ക് പോകുന്നത്. അപ്പം സിറ്റിയുടെ മെയിൻ സ്റ്റേഷനായ കോൺലി സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു 3 സ്റ്റോപ്പ് അപ്പുറം ഗ്രാൻഡ് കനാൽ കഴിഞ്ഞിട്ടാണ് ലാൻഡ് സ്റ്റോൺ റോഡ് വരുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഹെർബർട്ട് പാർക്കിലേക്ക് പോകാൻ പോകുന്നത്. അതാണ് നമ്മുടെ ലൊക്കേഷൻ. ആക്ച്വലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് പോകാനായിട്ട് പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 സ്റ്റോപ്പും കൂടെ ഉള്ളൂ സിറ്റിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നിടത്ത് തൊട്ടടുത്ത ആ സിറ്റിക്ക് ദൂരമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാം. കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, എന്നാലും തണുപ്പുണ്ട്, വിച്ച് ഈസ് ഓക്കെ. എന്തായാലും നമുക്കൊന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ ട്രെയിൻ യാത്ര എല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം കോൺലി, ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഷനാണ്, കോൺലി സ്റ്റേഷനിലേക്ക് എത്തി. ഇത് നമ്മുടെ ദൂരയാത്രയിലേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ. അപ്പോൾ കാണുന്നത് നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻസ് പോലത്തെ ട്രെയിനാണത്, ദൂരയാത്ര പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കോൺലി സ്റ്റേഷനിലെത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 2 സ്റ്റേഷനോടെ കഴിഞ്ഞിട്ടാണ്, 2-3 സ്റ്റേഷനോടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്നത് ലാൻസ്ഡൗൺ റോഡ് സ്റ്റേഷൻ. ഇറങ്ങിയ സ്റ്റേഷനാണത്. അപ്പോൾ നമുക്ക് പോകേണ്ട ലൊക്കേഷനിലേക്ക് വരാൻ റെയിൽ സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് വേണം പോകാൻ. ആ കാണുന്ന കണ്ടില്ലേ, ആ പുറത്ത് കാണുന്ന നമ്മുടെ സ്റ്റേഡിയമാണ് കേട്ടോ ഇവിടുത്തെ. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇതാണ് കേട്ടോ, സ്റ്റേഡിയമാണ്. അപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ആ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഈ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് വരുന്നത്. ഒരു ചില്ലുകൂട് പോലെയുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ലൊക്കേഷനിലേക്ക് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ആ നടക്കുന്ന വഴിയാണിപ്പോൾ കാണുന്നത്. ആക്ച്വലി ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ലൊക്കേഷനിലേക്ക് കുറച്ച് നടന്ന് പോകാനുള്ള ദൂരമുണ്ട്. പക്ഷേ എനിക്ക് വഴിയൊക്കെ തെറ്റിപ്പോയിട്ടാണ് ഞാൻ വഴിയെല്ലാം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ തിരിച്ച് വന്നത്. അപ്പോൾ നമ്മുടെ ലാൻസ്ഡൗൺ റോഡിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വശത്തേക്കാണ് വരുന്നത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വന്ന് സിഗ്നലിൻ്റെ അടുത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴിയിലേക്കാണ് വരുന്നത്. ഇത് സ്ട്രെയിറ്റ് ചെന്നിട്ട് നമ്മൾ റൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വഴി തെറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈഡിലേക്കല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ലൊക്കേഷനിലേക്ക് പോകേണ്ടത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. ഗൂഗിളും വെച്ച് എല്ലാം പണി പറ്റിച്ചെന്നു. അപ്പോൾ അതുകൊണ്ടൊരു 1/2 കിലോമീറ്ററോളം എനിക്ക് ഗൂഗിൾ നടക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഈ വഴി ഇതൊന്നും അറിയാതെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പോയ വഴിക്ക് കണ്ടായിട്ട് യൂണിവേഴ്സിറ്റിയാണ് നല്ല രസമല്ലേ റിട്ടയറിൻ്റെ ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വഴി തെറ്റിയതൊന്നും മനസ്സിലാവാതെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നടന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള ലോക്കൽ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പോകുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്, പുറകോട്ട് തിരിച്ച് വരണം പറഞ്ഞു. ഞാൻ സെയിം വഴി തന്നെ തിരിച്ച് 1/2 കിലോമീറ്റർ കൂടെ വീണ്ടും പുറകോട്ട് നടക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെയുള്ള ഹൗസുകൾ, ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ 1/2 കിലോമീറ്റർ വന്ന വഴിക്കൂടെ തിരിച്ച് പോകുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് കടന്നാണ് നമ്മൾ പോയത്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ വലതോട്ട് തിരിഞ്ഞ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ ലൊക്കേഷനായ നമ്മുടെ ഹെർബർട്ട് പാർക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരേണ്ട സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സമ്മറിൻ്റെ ഒരു പൂക്കളൊക്കെ പൂത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുമ്പോഴാണ് വരേണ്ടത്. അത്ര ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. പക്ഷെ ഞാൻ വന്ന സമയം അത്ര കറക്റ്റ് അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഹെർബർട്ട് പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ രസമായിട്ട് കാണാനൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പൂക്കളൊക്കെ ആയി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊന്നും ഞാൻ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, ടു ബി വെരി ഓണസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ പൂക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ചെറി ബ്ലോസത്തിൻ്റെയൊക്കെ പൂക്കൾ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്. കുറേ വഴികളിലൂടെ നമുക്ക് പോയി കാണാനൊക്കെ സാധിക്കുന്ന ഒരിടമാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള പൂക്കളുകൾ കാണാനോ ചെറിയ പ്രോസസ്സിൻ്റെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു കൾച്ചർ ഒന്നും കാണാൻ പറ്റില്ല. സത്യം പറഞ്ഞു റോങ് ടൈമാണ്, സമയം ആവുന്നതേ ഉള്ളൂ. ഈ പൂവിട്ട കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുണ്ടല്ലേ. ആ കാണുന്ന നിൽക്കുന്ന മരങ്ങളൊക്കെ ഇങ്ങനെ ഇടതൂർന്ന് വളർന്നു വരുന്നതാണ് നമ്മുടെ ആദ്യം പറഞ്ഞ ചെടികൾ. അങ്ങനെ ഫൈനലി നമ്മുടെ ലൊക്കേഷനായ ഹെർബർട്ട് പാർക്കിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മളറിയാലോ, നമ്മളിപ്പം ഗൂഗിളിൽ നോക്കിയൊക്കെ ഒരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് കുറേ തെറ്റുകളൊക്കെ പറ്റാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടൊക്കെ ചാടിക്കാൻ ചില സമയങ്ങളിൽ. സോ ഇന്നും അങ്ങനെ പറ്റി. കാരണം ഞാൻ ഹെർബർട്ട് പാർക്കിലേക്ക് നമ്മുടെ ലാംസ്റ്റോൺ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് വരേണ്ട റോഡ് മാറിപ്പോയി. ആക്ച്വലി ഞാനൊരു ഓപ്പോസിറ്റ് റോഡിലാണ് പോയത്. അപ്പം കറക്റ്റായിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷേ ഫൈനലി എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നമ്മൾ റോങ് വേയിൽ സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പാർക്കിൽ എത്തിക്കുന്നത്. സോ നല്ലൊരു ലൊക്കേഷനാണ് ആക്ച്വലി. നമ്മുടെ ലാംസ്റ്റോൺ സ്റ്റേഷൻ ഏകദേശം 1 കിലോമീറ്റർ അടുത്തതേ ഉള്ളൂ അങ്ങോട്ട്. പക്ഷേ എനിക്ക് റോഡ് മാറിപ്പോയി. മാപ്പിൽ കാണിച്ചത് വേറൊരു ഡയറക്ഷനായിരുന്നു. സോ അപ്പോൾ അങ്ങനെ പോയിട്ട് റോഡ് മാറിപ്പോയി. ബട്ട് എങ്കിലും ഫൈനലി നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കൂടുതലും നമ്മൾ സമ്മറിൽ വരുന്ന സമയത്ത് നമുക്കിവിടെ നല്ല ഒരുപാട് നമ്മുടെ മരങ്ങളിലൊക്കെ പൂവുണ്ടായി നിൽക്കുന്നത് കാണാം. അതൊക്കെ അങ്ങനെ ഉണ്ട ഒരു അടിപൊളി ലൊക്കേഷനാണ് ആക്ച്വലി. നല്ല രസമാണ് അവിടെ കാണാനൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പം ആ രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു ഭംഗി കാണാനില്ല. ബട്ട് ഓൺ ദ വേയിൽ നമുക്ക് തോന്നുന്നു കുറച്ചും കൂടെ സമ്മറിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് വരുമെന്ന് തോന്നുന്നു. അടിപൊളി ലൊക്കേഷനാണ്, കുഴപ്പമൊന്നുമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലൊക്കേഷനാണ്. ഈ സിറ്റിയുടെ നടുവിൽ തന്നെ നമുക്ക് വന്നിരിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇടം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിയുടെ പ്രോപ്പർട്ടി ആയിരുന്നു. ഏകദേശം അത് എന്താ പറയുക, 40 ഏക്കേഴ്സ് എന്നങ്ങാണ്ട് അതിന് നേരത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ ഈ പാർക്കിൻ്റെ നെയിം കിട്ടിയത്, നമ്മുടെ ഹെർബർട്ട് പാർക്ക് എന്നുള്ള നെയിം കിട്ടിയത്. അതൊരു ഫാമിലി ആയിരുന്നു, അവരുടെ പ്രോപ്പർട്ടി ആയിരുന്നു. ലേറ്റർ അവർ ഗിവപ്പ് ചെയ്താണ് ഇത്